ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ. കമന്ററി ബോക്സിൽ നിന്ന് രവിശാസ്ത്രി പറഞ്ഞ വാക്കുകൾ ഒരു ഇന്ത്യക്കാരനും മറക്കാൻ കഴിയില്ല. 28 വർഷത്തെ കാത്തിരിപ്പാണ് ക്യാപ്റ്റൻ കൂൾ 2011 ഏകദിന ലോകകപ്പിൽ സിക്സർ പറത്തി നേടിത്തന്നത്. ഇതിഹാസത്തിനൊത്ത നാടകീയ തുടക്കമായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണിയുടേത്. അരങ്ങേറ്റ മത്സരത്തിൽ റണ്ണൌട്ടിൽ പുറത്തായ ധോണിയെ ആരാധകർ പിന്നീട് കണ്ടത് ക്രിക്കറ്റ് സിംഹാസനങ്ങൾ ഒന്നൊന്നായി വെട്ടിപ്പിടിക്കുന്നതാണ്. 2007 യുവനിരയുമായി പ്രഥമ T20 ലോക കിരീടം ഇന്ത്യയിലെത്തിച്ച് നായകനായി തുടങ്ങിയ ധോണി പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിൽ കാണിച്ചു തന്നത് വിസ്മയിപ്പിക്കുന്ന വളർച്ച. 2009 ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ ഒന്നാമതെത്തിച്ച നായകൻ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഏകദിന ലോകകപ്പ്, ചാമ്പ്യൻസ് ട്രോഫി, ഏഷ്യ കപ്പ് ഉൾപ്പെടെ നായകനായി. ഇന്ത്യൻ ക്രിക്കറ്റിന് നിരവധി വിജയങ്ങളാണ് MS സമ്മാനിച്ചത്. ICCയുടെ ഏകദിന 2020 പതിറ്റാണ്ടിന് ടീമിൽ ഉൾപ്പെട്ട ധോണി 8 തവണ ICCയുടെ ഏകദിന ടീമിൽ ഇടം നേടി. 2008 9 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരവും ഏറ്റവും ഒടുവിൽ ICC ഹാൾ ഓഫ് ഫെയിം പുരസ്കാരത്തിനും ധോണി അർഹനായി. മൈതാനത്തെ അസാമാന്യ കരുനീക്കങ്ങൾക്കും സമ്മർദ്ദങ്ങളെ ചിരികൊണ്ട് നേരിട്ട ക്യാപ്റ്റൻ കൂൾ 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറയുമ്പോൾ 17,000-ലധികം റൺസും 829 സ്റ്റംപിങ്ങുകളും എണ്ണമറ്റ റെക്കോർഡുകളും സ്വന്തം പേരിൽ കുറിച്ചിരുന്നു. ഇന്ത്യൻ ജനതയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നായകൻ, മത്സരത്തിന്റെ അവസാനം വരെ ആരാധകരെ ടിവിക്ക് മുൻപിൽ പിടിച്ചിരുത്തിയ താരം, ധോണി ക്രീസിലുണ്ടെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ച കാലം, ഒരു റണ്ണൌട്ടിൽ തുടങ്ങി മറ്റൊരു റണ്ണൌട്ടിൽ അവസാനിച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ. ഇന്ത്യൻ ക്രിക്കറ്റിന് ധോണി നൽകിയ സംഭാവനകൾ ആരും മറക്കില്ല. ഒരു സിനിമാ കഥ പോലെ ആരാധകരെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു ഇന്ത്യൻ ടീമിനൊപ്പം MSന്റെ യാത്ര. പ്രവചനാതീതമായ നായകൻ കരിയറിന്റെ അവസാനത്തിലാണ്. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിലെ 7ാം നമ്പറിൽ അടുത്ത സീസണിലും തലയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ധോണി ആരാധകരും. ഇന്ത്യൻ ക്രിക്കറ്റിലെ മഹേന്ദ്രജാലത്തിന് 44 പിറന്നാൾ ആശംസകൾ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.